ഹലോ ഡിയേഴ്സ്, അപ്പൊ നമ്മൾ സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ് എന്നുള്ള നമ്മുടെ 7th ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്, അതേപോലെ തന്നെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് സ്ഥിരമായി മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻട്രൽ മൊമെന്റ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 4 സെൻട്രൽ മൊമെന്റ്സ് ആണ്. അതായത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് μ1 തന്നിട്ടുണ്ട്. μ1 എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇവിടെ μ1 is equal to 0. μ2 എന്ന് പറഞ്ഞാൽ 9 ആണെന്ന് തന്നിട്ടുണ്ട്. μ3 എന്ന് പറഞ്ഞാൽ -3 ആണ്. μ4 എന്ന് പറഞ്ഞാൽ 22 ആണ്. സോ ഇത്രയും ആൾക്കാരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് കാണാനാണ്. കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് β2 എന്നായിരിക്കും. β2 is equal to μ4 divided by μ2 square. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. μ4 ഇവിടെ എന്താണ് തന്നിട്ടുണ്ട്, 22 ആണ് തന്നിട്ടുണ്ട്. μ3 എന്ന് പറഞ്ഞാൽ എന്താണ്, μ2 എന്താണ്, 9 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് വേണം, 9ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 81. സോ 22 ഡിവൈഡ് ബൈ 81 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 0.272 എന്നാണ് കിട്ടുന്നത്. അപ്പൊ β2 0.272 എന്താണ്, ലെസ് ദാൻ 3 ആണ് വരുന്നത്. ലെസ് ദാൻ 3 ആണ് β2ന്റെ വാല്യൂ എങ്കിൽ നമ്മൾ പറയും അതെന്താണ്, പ്ലാറ്റികേർട്ടിക് ആണ്. ഈക്വൽ ടു 3 ആണെങ്കിൽ അത് മീസോകേർട്ടിക് ആണ്. ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ അത് ലെപ്റ്റോകേർട്ടിക് ആണ്. സോ കമന്റ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ കമന്റ് എന്ന് പറയുന്നത്, അത് പ്ലാറ്റികേർട്ടിക് ആണെന്നാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിന് പകരം ഇനി ചോദിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണെങ്കിലോ, അപ്പൊ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക, കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിനെ കുർട്ടോസിസിനെ എങ്ങനെയാണ് β2 ഡിനോട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് β1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്താണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. μ3ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്, അത് -3 ആണ് തന്നിട്ടുണ്ട്. μ2ന്റെ വാല്യൂ എന്താണ്, 9 ആണ്. അപ്പൊ എന്ത് വേണം, -3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9ന്റെ ക്യൂബ്. μ2 എന്ന് പറഞ്ഞാൽ എന്താണ്, 9. അപ്പൊ അതിന്റെ എന്താണ്, ക്യൂബ് ആണ് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പം 9 ഡിവൈഡഡ് ബൈ 729 എന്ന് കിട്ടും. സോ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 0.0123 എന്നാണ് കിട്ടുന്നത്. ഇനി ഇത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ, പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ, അല്ലെങ്കിൽ സിമെട്രിക് ആണോ. β1 ഈക്വൽ ടു 0 വരികയാണെങ്കിൽ എന്തായാലും സിമെട്രിക് ആയേനെ. ഇവിടെ എന്താണ്, അതിനെക്കാട്ടും ചെറിയ വാല്യൂ എന്താണ്, കൂടുതലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് μ3നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് പറയുന്നുണ്ടായിരിക്കും. μ3യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, -3 ആണ്. അല്ലെങ്കിൽ നമ്മൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എന്താണ്, γ1. എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, μ3 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് μ2 ക്യൂബ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 9 ക്യൂബ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 729 എന്ന് വരും. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ -0.11 ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. -0.11 എന്ന് കിട്ടും. അതെന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്, ലെസ് ദാൻ 0 ആണ്. അതേപോലെ തന്നെ μ3 എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണ്, ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് ഇത് എന്താണെന്ന് പറയാം, therefore it is negatively skewed. It is negatively skewed. സോ മേ ബി നമ്മളോട് ചോദിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചോദിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കുർട്ടോസിസ് ആയിരിക്കാം. ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ ആണെങ്കിൽ സ്ക്യൂനെസ് കണ്ടുപിടിക്കാം, ഇതാണെങ്കിൽ നമുക്ക് കുർട്ടോസിസ് കണ്ടുപിടിക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓൾ ദി ബെസ്റ്റ്.